This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും എന്ന പോലെ മലയോര മേഖലയിലെ സരസ്വതി ക്ഷേത്രമായ ചെറുപുഴ JMUP സ്കൂളിലും പ്രവേശനോത്സവം ഗംഭീരമായി സംഘടിപ്പിച്ചു. പ്രവേശനോത്സവത്തിൽ ഹെഡ്മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കുള്ള കിറ്റ് വിതരണം സ്കൂൾ മാനേജർ K വേണുഗോപാൽ നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് യമുന അജിത്, സീനിയർ അസിസ്റ്റന്റ് ലീന P എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. P മുഹമ്മദ് മാഷ് നന്ദി രേഖപ്പെടുത്തി. 2026-27 അക്കാദമികത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇന്നെല്ലാ പൊതുവിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം പലവിധ തരത്തിലുള്ള പരിപാടികളോടുകൂടി നടന്നു വരികയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ബഹുമാനായ കേരള മുഖ്യമന്ത്രി VD സതീശൻ അവർ നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ ലൈവ് പരിപാടി എല്ലാ വിദ്യാലയങ്ങളിലും നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രവേശനോത്സവ പരിപാടിയിൽ തന്നെ സൈബർ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. വർദ്ധിച്ചു വരുന്ന മൊബൈലിന്റെ ഉപയോഗവും അത് ദുരുപയോഗം ചെയ്യുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ കുട്ടികളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും വളർന്നു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഈ ഒരു സൈബർ പ്രതിജ്ഞ വിദ്യാലയങ്ങളിൽ എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ഓരോ ക്ലാസുകളിലും ക്ലാസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ആ പ്രതിജ്ഞ എടുക്കുന്നതായിരിക്കും. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേല വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ അധ്യാപകർക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഒരുപോലെ പങ്കുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് എത്തുന്ന അധ്യാപകരുടെ അടുക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചെന്നാൽ മാത്രമാണ് ആ കുഞ്ഞ് ഒരു സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ എങ്ങനെയാണ്, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഓരോ കാര്യങ്ങളും അവൻ പഠിച്ചെടുക്കുന്നത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അവര് എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അവർ എന്താണോ പകർന്നു നൽകുന്നത്, അതിലൂടെയാണ് ഒരു കുട്ടി വളർന്നു വരുന്നത്. ഓരോ കുട്ടിക്കും അവരുടെ ജീവിതത്തിലെ മുന്നേറാനുള്ള ഓരോ പടവുകളും ചവിട്ടിക്കയറാനുള്ള ഒരു പടവ് കൂടിയാണ് ഈ സ്കൂൾ അന്തരീക്ഷം. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പുതിയ ഒരു സർക്കാരിന്റെ തുടക്കവും ഈ മാസം തന്നെ തികച്ചും വ്യത്യസ്തമായ പഠന നിലവാരത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ വിദ്യാലയത്തിന്റെ ഏറ്റവും പ്രമുഖ സവിശേഷത എന്ന കാര്യത്തിൽ സംശയമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന കൊച്ചുകുട്ടികളിൽ ഭൂരിഭാഗവും ഈ സ്കൂളിൽ തന്നെ LKG UKG തുടങ്ങി ഈ അങ്ങോട്ടുള്ള യാത്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ്. LKG UKG എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ ഒരു പഠന നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള യാത്രയിൽ അവർക്ക് 7 ലക്ഷം LKG UKG വിദ്യാഭ്യാസങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത് ഏറെ പ്രതീക്ഷയും സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാണ്. രക്ഷിതാക്കളും അവരെ കൂട്ടി ഇവിടെ എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് സന്തോഷിക്കാം. ഈ വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരും നിങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ അറിവുകൾ പകർന്നു നൽകി മുന്നോട്ട് നയിക്കുമെന്ന്. അവർക്ക് വേണ്ട
പഠന പിന്തുണ നൽകേണ്ടത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തന്നെയാണ്. ആ ഒരു പ്രതീക്ഷ ഓരോ അധ്യാപകരിലുമുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും അതുപോലെ പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒന്ന് പുതുയുഗ വിദ്യാലയം എന്ന ആശയത്തിൽ നിന്ന് ഈ വർഷം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഒരുപാട് പ്രത്യാശകളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഈ ദിവസത്തിൽ ഉള്ളത്. നമുക്കറിയാം, ഇന്ന് രാവിലെ 9:30 തിരുവനന്തപുരം കട്ടൗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി കേരളത്തിന്റെ വിവിധ വിദ്യാലയങ്ങളിൽ ഈ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് ഫാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140, മൊബൈൽ 6238 064141.